ഓക്കെ ഗൈസ്, ഐം ബാക്ക് വിത്ത് അനദർ വീഡിയോ. സോ കുറച്ച് ദിവസത്തിന് ശേഷം വീഡിയോ ആയിട്ട് വന്നത് വേറെ ഒന്നിനും വേണ്ടിയല്ല. സി എസ് കെ ഫോർ നേച്ചർ. യെസ്, അതെ, സി എസ് കെ ഇപ്പം നമ്മുടെ പ്രകൃതിക്ക് വേണ്ടിയാണ് കളിക്കുന്നത് IPL. ഞാൻ എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം, ഞാനൊരു സി എസ് കെ ആരാധകനാണ് എന്നത്. അപ്പോൾ ഇപ്പോൾ കുറച്ച് കാലമായിട്ടുള്ള കളികളൊക്കെ ഞാൻ സി എസ് കെയുടെ കളികളൊന്നും ഞാൻ അധികം വീക്ഷിക്കുന്നില്ലായിരുന്നു. കാരണം വേറെ കുറേ തിരക്കുകളും അങ്ങനെയൊക്കെ ആയി. പിന്നെ സി എസ് കെയുടെ മാച്ചൊന്നും അത്ര പോരാ, പഴയ പോലത്തെ ഒരു വൈബില്ല സി എസ് കെക്ക് എന്നൊക്കെയുള്ള കുറേ കാരണങ്ങളുണ്ട്. ഞാനിപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോൾ സഞ്ജു സാംസൺ കളിക്കുന്നതുകൊണ്ട് രാജസ്ഥാൻ റോയൽസിൻ്റെ കളികൾ മാത്രമേ കൂടുതൽ ഞാൻ ശ്രദ്ധിക്കാറുള്ളൂ. അതുപോലെ തന്നെ വിഘ്നേഷ് പുത്തൂരിൻ്റെ മുംബൈ ഇന്ത്യൻസിൻ്റെ മാച്ച് ഞാൻ കാണാറുണ്ട്. വിഘ്നേഷ് പുത്തൂർ കളിക്കുന്നുണ്ടോ എന്ന് നോക്കാനായിട്ടൊക്കെ. സി എസ് കെയുടെ മാച്ച് കാണും, സി എസ് കെയുടെ മാച്ചിൻ്റെ സ്കോറ് നോക്കും. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് നോക്കിയിരുന്ന് കാണില്ല. പക്ഷേ ഇന്ന് ഞാൻ അങ്ങനെ നോക്കിയിരുന്നത് കണ്ടുപോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഋതുരാജ് ഗൈക്വാഡിന് ഒരു പരിക്ക് പറ്റി പുള്ളിക്കാരൻ പുറത്തായപ്പോഴത്തേക്കും, ഈ സീസൺ തന്നെ പുറത്തായപ്പോഴത്തേക്കും ബാക്ക് ടു ക്യാപ്റ്റൻ എന്ന ആ ഒരു റോളിൽ നമ്മുടെ മഹേന്ദ്ര സിംഗ് ധോണി, ധോണി വന്നു. അപ്പോൾ ധോണി വന്നു എന്ന് പറഞ്ഞിട്ട് ആരാധകരെല്ലാം ഭയങ്കര ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. ഇനി നോക്കടാ സി എസ് കെയുടെ കളി, ധോണി തിരിച്ചു വന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഭയങ്കരമായിട്ട് വൈബടിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു നമ്മുടെ ആരാധകരൊക്കെ. അതും ചെന്നൈയിൽ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ കളി കാണാനായിട്ടാണെങ്കിൽ 5000, 10,000, 15,000 രൂപയ്ക്ക് വരെ ടിക്കറ്റ് കൊടുക്കുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞ് ബ്ലാക്കിൽ. ഇപ്പോൾ ഇതൊക്കെ വാങ്ങി കളി കാണാൻ പോകുന്ന ഒരുപാട് ആരാധകരുണ്ടെന്നും കേൾക്കുന്നുണ്ട്, പല ന്യൂസിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ കളി കാണുന്നതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം ധോണി എന്നൊരു വ്യക്തി ഉള്ളതുകൊണ്ട് മാത്രമാണ്. ധോണി എന്നൊരു വ്യക്തി ഇല്ലെങ്കിൽ സി എസ് കെയുടെ ആരാധകരുടെ ബേസ് ഇപ്പോൾ ഉള്ള അത്ര എന്തായാലും കാണില്ല എന്നത് ഉറപ്പാണ്, 100% ഉറപ്പാണ്. അപ്പോൾ ഞാനും ഒരു ധോണി ഫാനാണ്, ഞാനും ഒരു സി എസ് കെ ആരാധകനാണ്. അപ്പോൾ ബാക്ക് ടു ക്യാപ്റ്റൻ ആ ഒരു റോളിൽ ധോണി വന്നപ്പോഴത്തേക്കും ഞാനും ഇന്ന് കളി കാണാമെന്ന് പറഞ്ഞിരുന്നു പോയി. എനിക്ക് തോന്നുന്നു ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഉദ്ദേശം ചെന്നൈ മുഴുവനായിട്ട് ഒരു ഫോറസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നതാണെന്ന് തോന്നുന്നു. കാരണം ഒരുപാട് ഡോട്ട് ബോൾ വന്നിട്ടുണ്ട് ഈ ഒരു ഫസ്റ്റ് ഇന്നിങ്സിനകത്ത്. അപ്പോൾ ഓരോ ഡോട്ട് ബോളിനും ഓരോ മരം നടുക എന്നതാണ് ലക്ഷ്യം. അതാണ് ഈ ഒരു IPL ഒരു അജണ്ട എന്ന് വേണമെങ്കിൽ പറയാം. അത് അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ഓരോ ഡോട്ട് ബോളിനും ഓരോ മരം നടാമെന്നുള്ളൊരു സംഭവം അവർ നേരത്തെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെന്നൈ മുഴുവനും ഒരു കാട് ഉണ്ടാക്കുക എന്നതാണ്, പുതിയൊരു കാട് വളർത്തിയെടുക്കുക എന്നതാണ് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഉദ്ദേശമെന്ന് എനിക്ക് തോന്നുന്നു. എന്തോന്ന് കളിയുടെ കളിച്ചു വെച്ചിരിക്കണേ. ഞാൻ ഫസ്റ്റ് ഇന്നിങ്സ് മൊത്തത്തിലിരുന്ന് കണ്ട് എനിക്ക് അത്രയ്ക്ക് പിടിച്ചില്ല ഈ ഒരു ഇന്നിങ്സ്. കാരണം ട്രൈ ചെയ്യാമായിരുന്നു. അതും പ്രത്യേകിച്ച് വേണമെങ്കിൽ പറയണമെങ്കിൽ നമ്മുടെ മൊയിൻ അലിയെ പോലത്തെ ഒരു ബോളറിനെയൊക്കെ അത്യാവശ്യം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ബോളർ തന്നെയാണ്. മൊയിൻ അലി വരെ വന്നിട്ട് മെയ്ഡനൊക്കെ എടുത്തിട്ട് പോയി, വിക്കറ്റൊക്കെ എടുത്തിട്ട്. അപ്പോൾ അത്രയ്ക്ക് ദയനീയമായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ കാര്യം. ഇത് കാണുന്ന ആരാധകരുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. ആദ്യമൊക്കെ കളി കൊണ്ട് തുടങ്ങിയപ്പോഴത്തേക്കും ഒരു സിക്സ് എന്തേ വന്നുള്ളൂ മൊത്തത്തിൽ. ഒരു സിക്സ് വിജയ് ശങ്കർ അടിച്ച ഒരു സിക്സ് ഇന്നത്തെ ഇന്നിങ്സിൽ മൊത്തത്തിൽ വന്നിട്ടുള്ളെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു സിക്സ് വന്നപ്പോഴത്തേക്കൊക്കെ ഭയങ്കര ആഘോഷമായിരുന്നു. രാഹുൽ ത്രിപതി എന്തിനാണ് എടുത്തിട്ടേക്കണമെന്ന് ഒട്ടും മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ ദീപക് കൂടെ ആ ഒരു ഇമ്പാക്ട് പ്ലെയറായിട്ട് എന്തിനിറക്കിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ധോണി കുറച്ചുകൂടെ നേരത്തെ വരാമായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ ധോണി ഇന്ന് ക്യാപ്റ്റനായിട്ട് വന്നതുകൊണ്ടാണ് ഞാനിന്ന് ഈ കളി കാണാനായിട്ടിരുന്നത് തന്നെ. പക്ഷേ ഫസ്റ്റ് ഇന്നിങ്സ് ഫുള്ളായിട്ട് അലമ്പായിരുന്നു. എനിക്ക് എന്തൊക്കെ തോന്നിയത് എനിക്കതിനകത്ത് ഒരു പിടുത്തമില്ല. ഈ ദീപക് കൂടെ വന്നപ്പോഴത്തേക്കും ദീപക് കൂടെ എന്തിനാണ് ഇറക്കി വിട്ടത് ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് എന്നുള്ള ഇങ്ങനെ ഒരു ഇതിലിങ്ങനെ ഇരുന്നപ്പോഴത്തേക്കാണ് അടുത്ത ബോളിൽ തന്നെ ദീപക് കൂടെ വിക്കറ്റായി പോയി. തൊട്ട് പിറകെ ധോണി വന്നിട്ട് ധോണി വന്നിട്ട് ധോണിയും ഔട്ടായിപ്പോയി. അപ്പോൾ വളരെ ദയനീയമാണ് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ കാര്യം. മഹേന്ദ്ര സിംഗ് ധോണി എന്നൊരു ആ ഒരു ബ്രാൻഡ് നെയിം വെച്ചിട്ട് മാത്രമാണ് ഇത്രയും ആരാധകർ സി എസ് കെക്ക് പിന്നിലുള്ളത്. സോ അപ്പോൾ അദ്ദേഹം കുറച്ചുകൂടെ നേരത്തെ വന്നിട്ട് ടീമിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാമായിരുന്നു. അതുപോലെ തന്നെ യങ്സ്റ്റേഴ്സിന് ഒരുപാട് അവസരം കൊടുക്കാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതെന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ഫോം ഔട്ടായിട്ടുള്ള പല പ്ലെയേഴ്സിനെയും ഇപ്പോഴും കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് യങ്സ്റ്റേഴ്സിന് അവസരം ഒരുപാട് കൊടുക്കുന്നില്ല എന്നത് ഒട്ടും മനസ്സിലാവുന്നില്ല. അപ്പോൾ സെക്കൻഡ് ഇന്നിങ്സ് നടക്കുകയാണ്. ഞാൻ അതിനു മുന്നേ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ കാര്യം വളരെ ദയനീയമാണ്. പ്രത്യേകിച്ച് ആരാധകർ ലാസ്റ്റൊക്കെ ആയപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കണുണ്ടായിരുന്നു ഓരോരുത്തരും.
1000, 5000, 10,000, 15,000 രൂപയൊക്കെ കൊടുത്തിട്ട് കളി കാണാൻ വരുന്ന ആൾക്കാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണേ. നമ്മൾ തന്നെ ഈ ഫോണിലും ടി വിയിലൊക്കെ ഇരുന്ന് കാണുമ്പോൾ നമുക്ക് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു വിഷമം തോന്നും. നമ്മളെ ഫേവററ്റ് ആയിട്ടുള്ളൊരു ടീം ഇത്രയും ദയനീയമായിട്ട് ഒരു ചെറിയ സ്കോർ എടുക്കുന്നു, ഓരോ ബോളും ഒന്ന് സ്ട്രൈക്ക് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നത് കാണുമ്പോഴത്തേക്കും ഭയങ്കര ഒരു വിഷമം തോന്നും. അപ്പം ഇത്രയും ക്യാഷ് കൊടുത്തിട്ട് അവിടെ പോയിരുന്ന് കളി കാണുന്ന ആൾക്കാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണേ. വളരെ ദയനീയമാണ് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ കാര്യം. സോ എനിക്കറിയില്ല ഇനി ഈ സീസണിൽ ചെന്നൈ സൂ ഇനി ഈ സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് ഒരു തിരിച്ചുവരവ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ തന്നെ അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു ഇന്നിങ്സ് കൂടെ കഴിഞ്ഞിട്ട് ഞാൻ റെഗുലറായിട്ട് IPL വീഡിയോസ് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടെ നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഞാൻ IPL വീഡിയോസ് ചെയ്യേണ്ടതെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇന്നത്തെ ഈ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ അവസ്ഥ കണ്ടപ്പോഴത്തേക്കും വീഡിയോ ചെയ്തേ പറ്റുമെന്നായി. എന്തിനാണ് അശ്വിനെ കൊണ്ടുപോകുന്ന നേരത്തെ ഇറക്കിയെന്ന് എനിക്കൊരു പിടുത്തം കിട്ടില്ല. സോ വേറെ എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് വന്നതായിരുന്നു, പക്ഷെ എല്ലാം തകിടം മറിഞ്ഞു പോയി. KKRൻ്റെ ബൗളിംഗ് ആണെങ്കിലും ക്യാപ്റ്റൻസി ആണെങ്കിലും വളരെ മികച്ചതായിരുന്നു. എല്ലാവരും നല്ലപോലെ ബോൾ ചെയ്തു. റാണ ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ വരുൺ ചക്രവർത്തി ആണെങ്കിലും നരയനാണെങ്കിലും വളരെ മികച്ച ബോളിംഗ് ആയിരുന്നു അവരുടെ സൈഡിൽ നിന്നിട്ട്. ആ ബോളിങ്ങിനെ ചെന്നൈ സൂപ്പർ കിങ്സിന് ഒരു രീതിയിലും ചെറുത്ത് നിൽക്കാൻ പറ്റിയില്ല എന്നത് വളരെ വിഷമകരമായ കാര്യമായിരുന്നു. ശിവൻ ദുബെ നിന്നിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ലാസ്റ്റ് ഒരു 100-ലെത്തിച്ചു, 103 റൺസിലെത്തിച്ചു. സോ അത് തന്നെ ഒരു വലിയൊരു കാര്യമായിട്ട് തോന്നുന്നു. അപ്പോൾ ചേസിങ്ങിന് എന്തായാലും 150 കൂടുതൽ കടന്നിട്ട് തന്നെ വർഷങ്ങളാവുന്നു ചെന്നൈ സൂപ്പർ കിങ്സ്. 103 എന്ന് പറയുമ്പോൾ ധോണി വന്നിട്ട് ഇനിയിപ്പോൾ എന്തായെന്ന് എനിക്കറിയില്ല. ധോണി വന്നിട്ട് ധോണിയുടെ ക്യാപ്റ്റൻസി മികവിൽ മറ്റേ ശ്രീലങ്കൻ ബോളറൊക്കെ ഇനി ഇറങ്ങൂല. എന്തായാലും ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ശിവൻ ദുബെ വന്നതുകൊണ്ട്, ദീപക് കൂടെ വന്നതുകൊണ്ട്, അപ്പോൾ ഇനി ബോളിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് ഓൾറെഡി. ഇനിയിപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കറിയില്ല. ഞാൻ പെട്ടെന്ന് പോയി കളി കാണട്ടെ. ധോണിയുടെ ക്യാപ്റ്റൻസിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ പോയിട്ട് കളി കണ്ടപ്പോഴത്തേക്കും മനസ്സിലായി ഇനിയൊന്നും സംഭവിക്കാൻ ബാക്കിയില്ല എന്നത്. സുനിൽ നരേനെ എടുത്ത് അടിച്ച് പൊളന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പോൾ എന്തായാലും ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുകയാണ്. സുനിൽ നരേൻ 50 അടിക്കുമെന്നാണ് തോന്നുന്നത്. ഞാനിപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്കും വീഡിയോ അപ്ലോഡ് ചെയ്യണം. അതുകൊണ്ട് ഇനി കളി കഴിഞ്ഞിട്ട് എന്തായാലും അപ്ഡേറ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല. എന്തായാലും കളി KKR ജയിക്കുമെന്നതിൽ ഉറപ്പായി. സുനിൽ നരേൻ 50 അടിക്കുമില്ല എന്നതിലാണ് കാര്യം. അപ്പോൾ ഇനി ഒരു 10, 19, 18 റണ്ണൂടെ വേണ്ടി ഒരു ഇനിയൊരു 18 റണ്ണൂടെ മതി ജയിക്കാനായിട്ട്. അപ്പോൾ എന്തായാലും KKR ജയിക്കുമെന്നത് ഉറപ്പാണ്. ഓക്കെ, വീഡിയോ കണ്ടിന്യൂ ചെയ്യുക. ബൈ. അപ്പോൾ IPL വീഡിയോസ് ഞാൻ ഇനിയും ചെയ്യണമെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ ചെയ്യാം. നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് വേണ്ട നിർത്തിക്കോ ഇനി ചെയ്യേണ്ടെന്നാണെങ്കിൽ ഓക്കെ, ഞാൻ ചെയ്യില്ല. CSKയുടെ അവസ്ഥ കണ്ടിട്ട് വീഡിയോ ചെയ്യാൻ വന്നതാണ്, വേറെ ഒന്നും വിചാരിക്കേണ്ട. ഓക്കെ ബൈ, വേറൊരു വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും